ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞണ്ടുലർത്തിയതാണ്. അതിന് ആദ്യം തന്നെ ഞണ്ടിൻ്റെ കാലൊക്കെ കട്ട് ചെയ്ത് വെക്കുക. നമ്മൾ സെപ്പറേറ്റാക്കി എല്ലാം വെച്ചതിന് ശേഷം നമ്മളത് നല്ലോണം വാഷ് ചെയ്തെടുക്കുക. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതിപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ സെപ്പറേറ്റാക്കി വെക്കുമ്പോൾ തന്നെ ടൈം എടുക്കും. നമ്മളിതിൻ്റെ ചെറിയ പോർഷൻസ് വരെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിൽ വരെ മാംസമുണ്ട്. അപ്പോൾ അതും നമ്മൾ ചെറിയ ചെറിയ കാലിൻ്റെ ആ പോർഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ എടുത്താൽ മതി. അത് നമ്മൾ അടുപ്പിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ കഴുകി വയ്ക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ ഉള്ളിയും ഇതൊക്കെ സെപ്പറേറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇൻഗ്രീഡിയൻസ് നമുക്കിങ്ങനെ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കം നമുക്ക് റെഡിയാക്കാൻ പറ്റും. ആണോ, ഞണ്ട് വേവിച്ച് വെച്ച ഞണ്ടാണിത്. അത് പൊളിച്ചെടുക്കുമ്പോൾ കാണുന്ന ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഞണ്ട് ഇതിൻ്റെ എല്ലാം ഇതുപോലെ സെപ്പറേറ്റാക്കി വെക്കണം. ഈ മാംസം ഫുള്ള് നമ്മളിങ്ങനെ സെപ്പറേറ്റാക്കി വെച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞണ്ട് പൊളിച്ച് ഇതുപോലെ മാംസം എടുക്കാനായിട്ട് കുറച്ച് പാടാണ്. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഇതിൻ്റെ ഒരുവിധം ടൈം തന്നെ ഇതിന് തന്നെ പോകും. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ സെപ്പറേറ്റാക്കി മാംസവും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അത്യാവശ്യം ഇതായിട്ടുള്ളത് എടുക്കണം മാംസം. പിന്നെ അത് കഴിഞ്ഞ് ഒരു ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ അതിലേക്ക് കടുക് ആഡ് ചെയ്യുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞങ്ങൾ ഈ പ്രാവശ്യം അടുപ്പിലാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് നല്ലോണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അടുത്തത് പച്ചക്കുരുമുളക് നമ്മൾ മിക്സിയിലടിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യുക. അതൊന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. കൂടുതലും ചെറിയുള്ളി ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവറായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ചെറിയുള്ളി തന്നെ ഇടാൻ നോക്കുക. അല്ലെങ്കിൽ സവാളയും, ഇപ്പോൾ ഞങ്ങൾ സൈഡായിട്ട് സവാള എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. ഫുൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്. അങ്ങനെ അതും നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നല്ലോണം വഴണ്ടി വരുള്ളൂ. നല്ലോണം എളുപ്പത്തിൽ തന്നെ വാടിക്കിട്ടും. അതിനുശേഷം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും നല്ലോണം വഴറ്റിയെടുക്കുക. ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാക്സിമം ടൈം എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അടുപ്പിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ കുറച്ച് ടൈം അങ്ങനെ പോകും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. നൈനു അവിടെ ഇരുന്ന് കളിക്കട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്യുക. മല്ലിപ്പൊടി നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് നല്ലോണം ഈ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. കണ്ടോ, ഈ ഗ്രേവി കണ്ടോ, ഇങ്ങനത്തെ നല്ലോണം ഒന്നും കൂടി നല്ലോണം വാടാനുണ്ട്. നല്ലോണം വഴറ്റി കൊടുക്കുക. അടുപ്പിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും.
എല്ലാവരും ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ നമുക്ക് ടൈം ഒക്കെ ഇപ്പോൾ ധാരാളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല രസമായിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഞണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി അതിൻ്റെ മാംസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നേരെ അതിലേക്ക് ഇടുക. കണ്ടോ, ഇതേപോലെ മാംസം നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചതാണ്, അത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഫുള്ളിട്ടതിന് ശേഷം നമ്മൾ അതും ഒന്ന് വഴറ്റി കൊടുക്കുക. അതും വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ പയ്യെ എടുത്ത്, ഇതിപ്പോൾ കൊച്ചിന് വേണ്ടി കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കണം. അവർക്ക് എരിവ് പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കുറച്ച് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് സെറ്റ് ചെയ്തു. എരിവ് നേരിയതായിട്ട് കുറച്ച് കൊടുക്കുള്ളൂ. ഇതിപ്പോൾ നമുക്ക് പറ്റുന്നത്ര രീതിയിൽ അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, പിള്ളേരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാംസം നല്ലോണം വഴറ്റിയെടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ലോണം എന്ന് വെച്ചാൽ നമ്മൾ കുത്തി ഇളക്കണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് കുഴഞ്ഞൊരു രൂപത്തിലാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ഇളക്കി നല്ലോണം ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ വേപ്പില ആഡ് ചെയ്യും. വേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കും. കഴിഞ്ഞ് ഗരം മസാല, അതാണ് ലാസ്റ്റ് പ്രോസസ്സ്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞണ്ടുലർത്തിയത് റെഡിയായി. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ദോശയുണ്ട്, പാൽക്കപ്പയുണ്ട്, ഞണ്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കേരയുടെ തലക്കറി, പിന്നെ ചായയാണ്, കട്ടൻ ചായ 2 ഗ്ലാസ് നമ്മളങ്ങനെ സൈഡിൽ വെച്ചാണ്. പിന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ അടുപ്പിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പാൽക്കപ്പ മാത്രം നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.